തിയേറ്ററിലേതുപോലെ തന്നെ ഒ.ടി.ടിയിൽ എത്തുന്ന സിനിമയ്ക്കും വലിയ തോതിലുള്ള കാഴ്ചക്കാർ ആണുള്ളത്. തിയേറ്ററിൽ പരാജയമാകുന്ന സിനിമകൾ ഒ.ടി.ടിയിൽ എത്തുമ്പോൾ വലിയ തരംഗമാണ് പതിവാറുള്ളത്. ഇപ്പോൾ ഡിസംബർ 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ഒ.ടി.ടിയിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടിയ സിനിമകളുടെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഓർമാക്സ് മീഡിയയാണ് ഈ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഋഷഭ് ഷെട്ടി ചിത്രമായ കാന്താര ചാപ്റ്റർ 1നെ പിന്നിലാക്കി വരുൺ ധവാൻ ചിത്രം സണ്ണി സംസ്കാരിക്ക് തുളസി കുമാരിയാണ് ലിസ്റ്റിൽ ഒന്നാം വാരം സ്ഥാനത്തുള്ള ചിത്രം. 2.4 മില്യൺ വ്യൂസാണ് ഈ ചിത്രം നേടിയത്. നെറ്റ്ഫ്ലിക്സ് സിനിമ സ്ട്രീം ചെയ്തത്. സംവത്സര പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. ജാൻവി കപൂർ, സാനിയ മൽഹോത്ര, രോഹിത് ഷെറഫ് എന്നിവരാണ് സിനിമയിലെ മറ്റ് താരങ്ങൾ. കഴിഞ്ഞ 4 വാരമായി ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ച കാന്താര ഈ വാരം രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2 മില്യൺ വ്യൂസാണ് സിനിമയ്ക്ക് ഈ വാരം നേടിയത്. ആമസോൺ പ്രൈമിലൂടെയാണ് സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നത്. ഒക്ടോബർ 2 ഇന്ത്യയിലുടനീളം റിലീസ് ചെയ്ത ചിത്രം വെറും 22 ദിവസം കൊണ്ട് 800 കോടിയിൽ പരം തിയേറ്റർ കളക്ഷൻ നേടി. ഇതോടെ ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ വിക്കി കൗശൽ ചിത്രം ചാവയുടെ കളക്ഷൻ റെക്കോർഡായ 807 കോടി മറികടന്നിരിക്കുകയാണ് കാന്താര ചാപ്റ്റർ 1. ഋഷഭ് ഷെട്ടി കൂടാതെ ജയറാം, രുക്മിണി വസന്ത്, ഗുൽഗേഷ് ദേവയ്യ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ടോം ക്രൂസ് നായകനായി എത്തിയ ഹോളിവുഡ് ചിത്രം മിഷൻ ഇംപോസിബിൾ ആണ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത്. 1.6 മില്യൺ വ്യൂസാണ് സിനിമ നേടിയത്. ആമസോൺ പ്രൈമിലൂടെ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നു. 1996-ൽ ആദ്യത്തെ മിഷൻ ഇംപോസിബിൾ ചിത്രം പുറത്തിറങ്ങുന്നത്. സീരീസിൽ ഓരോ സിനിമകൾക്കും സ്റ്റണ്ട് സീനിലേക്കും ടോം ക്രൂസ് എടുക്കുന്ന പ്രയത്നങ്ങൾ എപ്പോഴും വാർത്തയിൽ ഇടം പിടിക്കാറുണ്ട്.